90കളിൽ മാപ്പിളപ്പാട്ടിന്റെ വസന്തം തീർത്ത പയ്യോളിക്കാർക്ക് എന്തും സുപരിചിതനായ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന എം എ ഗഫൂർ സാർ സ്പോർട് കേരള വിഷനുമായി കൂടുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. സാർ ഇതൊക്കെയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. കാരണം ഇവിടെ പയ്യോളിയിലൊരു പ്രോഗ്രാമിന് ഇവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളായിട്ടൊന്ന് കണ്ടുമുട്ടിയത്. വളരെ സന്തോഷം. കാരണം എൻ്റെ ഈ നാട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നാടാണ്. സത്യം പറഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കിനാക്കിളി എന്ന് നമ്മൾ സൂപ്പർ ഹിറ്റ് ആൽബം ഉണ്ട്. ആ ആൽബമൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഞങ്ങളൊരു ആദ്യമായിട്ട് ഞാനും കണ്ണൂർ ഷെരീഫ് അതിനൊക്കെ 97 ദുബായിൽ ആദ്യമായിട്ട് പോകുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസമാണ് തോന്നുന്നത് ഇവിടെ പയ്യോളിയിലൊരു പ്രോഗ്രാമിന് വന്നത്. അപ്പോൾ പയ്യോളിയിൽ പ്രോഗ്രാമിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് നമുക്ക് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അതായത് പിന്നെ രഹന ആദ്യമായിട്ട് നമ്മൾ ഒന്നിച്ച് വരുന്നൊരു പ്രോഗ്രാമായിരുന്നു. രഹനയും ഷെരീഫിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ രഹനക്ക് കൂടുതൽ മാപ്പിളപ്പാട്ടുകളൊന്നും അധികം അറിയില്ല. ആ സമയത്ത് അടുപ്പിച്ച് ഞങ്ങൾ ഒരു പാട്ട് ഡിവോഷൻ പാടി. ഉടനെ അടുത്ത ഈ മോയിൻകുട്ടി വൈദ്യരുടെ ഉരുത്തിയ മുതൽ ഉറുമ്പ ഉശരങ്ങൾ യാബി പറഞ്ഞ മോയിൻകുട്ടി വൈദ്യരുടെ ഒരു പാട്ട് പാടി. അപ്പോൾ ഭയങ്കര ഓഡിയൻസ്, പൂവടിത്തറ ഉള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ പെട്ടെന്ന് ഒരു ടീം എന്ത് ചെയ്തു പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലൊരാളെ, ഒരു സാധുവായ മനുഷ്യനെ പിരികയറ്റി വിട്ടിട്ട് നേരെ സ്റ്റേജിലേക്ക് കയറ്റി വിട്ടു. സ്റ്റേജിലേക്ക് വിട്ടിട്ട് നിനക്ക് ഈ പ്രോഗ്രാം പൊളിക്കാൻ പറ്റുമോ? പൊളിക്കുകയാണെങ്കിൽ നിനക്ക് അന്നത്തെ 10,000 രൂപ ഓഫർ ഇടും. നമ്മളിതൊന്നും അറിയില്ല. കാരണം ഞങ്ങള് അതിന് പാടാൻ വേണ്ടി നിൽക്കുന്നു. തൊട്ട് മുമ്പിൽ മൈക്ക് ഉണ്ട്. മൈക്ക് സ്റ്റാൻഡിൽ ഒരാൾ നേരെ ഇങ്ങനെ കടന്നു വരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെ പാട്ടിനൊരു ഗിഫ്റ്റ് തരുന്നതാണ്. സാധാരണ അതേ കണ്ടിട്ട് മാത്രമാണ് ശീലമുള്ളൂ. പെട്ടെന്ന് ഇതേ ഈ മൈക്ക് ഇങ്ങോട്ട് കയ്യിലെടുത്തിട്ട് നമ്മളെ ഹനുമാൻ പോലെ ഗതയിലെടുക്കുന്ന പോലെ അങ്ങനെ പറയാം, ഒരു പൊക്കിങ്ങോട്ട് എടുത്തിട്ട് നീ ഇനി പരിപാടി നടത്തോടാന്ന് ചോദിച്ചു. അപ്പൊ ബാക്കി കമ്പനിക്കാരൊക്കെ വന്ന് ഒരു ദുരിതര അടിയായിരുന്നു ഞങ്ങൾ. അങ്ങനെ നമുക്കിത് എന്താ കാരണം എന്നറിയില്ല. ഞാൻ ആ വിഷയമല്ല പറഞ്ഞത്. അതായത് 1 മണിക്കൂറുകൾ പിന്നെ 1.5 മണിക്കൂറോളം പ്രോഗ്രാം അവിടെ അവസാനിച്ചു. അപ്പൊ ഞങ്ങൾ ആകെ മനസ്സമെടുത്ത്, ഇങ്ങനത്തെ അനുഭവം ഇല്ല ആദ്യമായിട്ടാണ്. പ്രോഗ്രാം അവസാനിപ്പിച്ച് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിൽ നിൽക്കുമ്പോൾ സംഘാടകർ പറഞ്ഞു, നാളെ ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ ശത്രുക്കളുണ്ട്. ഈ പ്രോഗ്രാം ഇവിടെ നടന്നിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന്. ഉടനെ ഞാന് പിന്നെ ഞങ്ങൾ പ്രോഗ്രാം 1 മണിക്കൂർ ശേഷം ആരംഭിച്ചു. കണ്ണൂർ ഷെരീഫിനെ വിളിച്ചു. ഷെരീഫ് ഒരു മലയാളം പാട്ട് പാടി തുടങ്ങി. ഷെരീഫ് ഉടനെ മിന്നാരം എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ നിലാവേ മായുമോ എന്ന പാട്ട് നിങ്ങൾ ഓർക്കണ്ട, ആ പാട്ട് പാടി ആള് ബുക്കായിട്ട് വന്ന സമയത്ത് ഓഡിയൻസ് എല്ലാം കൂടി ഒരു ഭയങ്കര ആർപ്പുടിയോടുകൂടി പറഞ്ഞു, അവരോട് പോകാൻ പറഞ്ഞു. ആ പാട്ട് പാടില്ല, ഇപ്പൊ നിർത്തിയ പാട്ട് പാട്. അപ്പൊ ഞാന് നിങ്ങൾ തന്നെ പാടുന്ന ഭയങ്കരമായിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ സ്റ്റേജിലേക്ക് വീണ്ടും കയറി. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തന്നെ ആ ഉരത്തിയാറിന് പാട്ട് പാടി. എനിക്ക് ഭയങ്കര കയ്യടി. ആ പാട്ടിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത കയ്യടി. ജനം കൈയടിക്കുന്ന ഉടനെ തന്നെ ഞാൻ അടുത്ത പാട്ട് ഷെരീഫിനെ വിളിക്കുന്നതിന് പകരം ഞാൻ അവിടെ ചെയ്തൊരു സംഭവം, പ്രിയപ്പെട്ടവരെ, അടുത്ത ഗാനം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഈണമിട്ട് ഞാൻ തന്നെ റെക്കോർഡിൽ പാടിയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അയ്യപ്പന്മാർ ആ സമയത്ത് ശബരിമലയിലേക്ക് പോകുന്ന സംഭവം. ഉടനെ ഞാൻ തപസ്സിലെ ബിന്ദുവിലൊരു നാദം അഖിലാണ്ടേശ്വര ജബലയനം ത്യാഗവരദനം ശബരീശന്റെ മിഴികളിൽ അലിയുന്ന കരുണരസം. സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ആ പാട്ട് പാടിയത് കൂടിയിട്ട് അവിടെ മൊത്തം അതൊരു ഭയങ്കര ഒരു ഐക്യമുള്ള ഒരു പ്രോഗ്രാമായിട്ട് മാറി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും മറക്കാത്തൊരു സംഭവമാണ്. നേരെ ഞാൻ ഈ പിന്നെ മറ്റൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ, ഈ നാടിനോടും ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ പയ്യോളിയും വളരെ നല്ല പാട്ട് കേൾക്കുന്നതും നല്ല മതസൗഹാർദ്ദവും നല്ല ഐക്യമുള്ള നാട് തന്നെയാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല. വെറുതെ അത്രയും നല്ല നാടാണ്.